നീ അങ്ങോട്ട് നോക്കി സാമൂഹ്യ പ്രവർത്തകയാണെന്നല്ലേ സ്വയം അവകാശപ്പെടുന്നത്? അല്ല, അവകാശപ്പെടുന്നതല്ല. ഞാൻ കുറെ അധികം തെറി വിളിക്കുന്നതാണോ സാമൂഹ്യ പ്രവർത്തനം? ഇല്ല, തെറിയൊക്കെ വിളിക്കേണ്ട ആളുകളെയാണ് വിളിക്കുന്നത്. അങ്ങനെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരിക്കലുമില്ല. ഇവിടത്തെ സെക്ഷുവൽ മറ്റേ കഴപ്പെന്ന് പറയുന്ന സാധനം ഒന്നും ഇവിടുന്ന് മാറാനും പോകുന്നില്ല. എന്തോ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഇപ്പോൾ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ സംസാരത്തിലൊക്കെ ആകെ ഒരു ധാർഷ്ട്യമാണ്. കളിയാക്കണ്ട, ഐബ്രോസിന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ. ചീത്ത ഐബ്രോസ് മഹാപശ. എന്നെ പഠിപ്പിച്ച് തെറി വിളിപ്പ് ഇവിടെ നിർത്തിയൊന്നും വേണ്ട. അത് നിർത്താനൊന്നും ഉദ്ദേശവും ഇല്ല. എനിക്ക് നേരെ എന്തരാണോ വരുന്നത് ആ സാധനത്തിന് ഞാൻ ഡിഫൻസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് പബ്ലിക്കായിട്ട് ഇരുന്നിട്ട് പച്ച അപരാധം പറയാ. അതായത് സെക്ഷുവലി ഹറാസ് ചെയ്യുക, ബോഡി ഷേമിംഗ് അപരാധം പറയാറില്ലേ? ഡീസന്റ് മാനോ ഇൻഡീസന്റ് വിഷയം ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരാ ഞങ്ങൾ എന്ത് വൃത്തിയോട് ഫിൽട്ടർ ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കും. കുഞ്ഞുങ്ങൾ എന്റെ അക്കൗണ്ട് ബാൻഡാ. വർത്താനം അതുപോലെ ബ്രാൻഡ് അംബാസഡർ ശരിക്കും ഒന്നിന്റെ അല്ല. ഞാൻ ഒരു ദിയാസന, ഒരു പാവം നെഗറ്റിവിറ്റിയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് ഞാൻ പറഞ്ഞാൽ അത് അല്ലെന്ന് പറയൂ. ആയിക്കോട്ടെടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മറ്റേ രേണു സുധീര വിഷയത്തിനകത്ത് ചെന്നിട്ട് നിങ്ങൾ അതല്ലേ ഇതല്ലേ എന്ന് ചോദിച്ചു. നീ സമാധാനോടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്റെ പ്രൊഫഷനാണ് ഇവിടെ അവഹേളിക്കുന്നത്. നിങ്ങളുടെ ഷോ ഡയറക്ടർ എവിടെ? ഷോ ഡയറക്ടർ ഇത്രയും ആങ്കർ അവഹേളിക്കുന്ന ഒരു ഗസ്റ്റ് ഓഫ് വരുന്ന ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കാര്യം ചോദിക്കട്ടെ, ശാരിക ഇത് ആരെയാണ് പേടിപ്പിക്കുന്നത്? ശാരിക പേടിയുണ്ടോ? എല്ലാ പ്രാവശ്യവും വന്നിരുന്നിട്ട് ഇങ്ങനെ ആരെയാ പേടിപ്പിക്കണം? ഞാൻ ചോദിച്ചു. രണ്ടിലൊന്നും അറിയാൻ തന്നെ ഞാനും വന്നത്. ഏതെങ്കിലും കേസാന്റെ പ്രോഗ്രാമിൽ ഇറങ്ങി പോയിട്ടുണ്ടോ? എനിക്കറിയത്തില്ല പ്രോഗ്രാം. പിന്നെ എന്ത് നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇനി ഇടി ഇട്ടിട്ടുണ്ടോ, കുനി ചീർത്തിട്ട് അടിച്ചിട്ടുണ്ടോ, ആളുകൾ ഇവിടുത്തെ ഡയറക്ടർ അടിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയാം. ഞാൻ വിശ്വസിക്കില്ല. മഹിയായിട്ട് പറഞ്ഞാൽ എന്റെ വാക്ക് പഴയ ചാക്കും. അയ്യോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി, ഞാൻ അറിഞ്ഞില്ല ചേച്ചി. എന്തായാലും ഒരു പാവപ്പെട്ട ആങ്കറെ ഇറങ്ങിപ്പോയത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ചരിത്രത്തിൽ നിങ്ങൾ മാത്രമേ ഇറങ്ങിപ്പോയുള്ളൂ. എന്തായാലും ഒന്ന് കഴിയട്ടെ. കാരണം നമ്മൾ കമ്മിറ്റ്മെന്റ് ചെയ്ത ഒരു പണിക്കാണല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. ഇതൊന്ന് കഴിയട്ടെ. ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടാ ചെത്തെ, അവിടെ വെച്ച് കാണിച്ചു തരാം.